തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, കുറെ കാലമായി ഈ ചർച്ചകൾ കേട്ടിരുന്നു, പക്ഷേ ഇതൊരു ഫൈനൽ ഡിസിഷനിലേക്ക് വരികയാണോ? ആര്യ, തീർച്ചയായിട്ടും ഇന്ന് ചെന്നൈയിൽ DMKയുടെ ഡയമണ്ട് ജൂബിലിയുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ വെച്ച് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് ഒരു തലമുറ മാറ്റം അത് DMKയിൽ ഇപ്പോൾ ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കഴിഞ്ഞ തലമുറയിൽ, അതായത് M കരുണാനിധിയിൽ നിന്ന് MK സ്റ്റാലിനിലേക്ക് അധികാര കൈമാറ്റം വരുന്നത് വളരെ പതുക്കെയാണ്. പാർട്ടിയുടെ എല്ലാ താഴെത്തട്ടിലെല്ലാം പ്രവർത്തിച്ചാണ് MK സ്റ്റാലിൻ ഒടുവിൽ മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ എത്തുന്നത്. എന്നാൽ ഉദയനിധിയുടെ ഒരു വളർച്ച എന്നത് കണ്ണടച്ച് തുറക്കും മുൻപാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യം പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ ചുമതലയിലേക്ക് അദ്ദേഹം എത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. സ്പോർട്സിൻ്റെയും യുവജനക്ഷേമ വകുപ്പിൻ്റെയും മന്ത്രിയായും ഉദയനിധി മാറുന്നു. ഏറ്റവും ഈ അടുത്ത് ഈ BJPയെ നേരിടാൻ DMK എന്നുള്ള ഒരു മുദ്രാവാക്യം കാര്യമായി തന്നെ തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ സനാതന ധർമ്മ വിരുദ്ധ പരാമർശം ഉദയനിധിയുടെ ഭാഗത്തു നിന്ന് വരികയൊക്കെ ചെയ്തു. അതിന് പിന്നാലെ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ശ്രദ്ധേയനാവുന്ന രീതിയിലേക്കൊക്കെ എത്തുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അവസാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ മീറ്റിംഗിൽ വെച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പൊതുവിൽ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു നേതാവ് ഉദയനിധി സ്റ്റാലിനാണ്. ഏതായാലും തമിഴ്നാട്ടിൽ പൊതുവിൽ ഒരു രാഷ്ട്രീയ മേഖലയിൽ നോക്കിയാൽ ഒരു തലമുറ മാറ്റം വരുന്ന ഒരു കാലമാണ്. BJPയിലാകട്ടെ K അണ്ണാമലൈ വന്നു, അതുപോലെ തന്നെ നടൻ വിജയ് പാർട്ടി രൂപീകരിച്ച് വരുന്നു. ഈ അണ്ണാ DMKയിലും നേതൃമാറ്റം വരുന്നു. അങ്ങനെ ഇപ്പോൾ ആ നേതൃമാറ്റം DMKയിലേക്ക് കൂടി വരുന്നു. ഏറ്റവും പ്രധാനം 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ് വെട്രി കഴകം, അതായത് വിജയുടെ പാർട്ടി നേതൃത്വത്തിലേക്ക്, അല്ലെങ്കിൽ വിജയുടെ പാർട്ടി പ്രധാന തിരഞ്ഞെടുപ്പിലേക്കൊക്കെ ഇറങ്ങുന്നു. അപ്പോൾ ഇവിടെയും ഒരു DMKയിലും ഒരു പ്രസരിപ്പുള്ള നേതൃത്വം വരണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. നേരത്തെ സിനിമാ നിർമ്മാതാവായും നടനുമായൊക്കെ വെട്ടിത്തിളങ്ങിയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് ഉദയനിധി രാഷ്ട്രീയത്തിലേക്കൊക്കെ കടക്കുന്നത്. ഏതായാലും ഇന്ന് ഡയമണ്ട് ജൂബിലി ആഘോഷ വേദി ഒരുപക്ഷെ ഉദയനിധി സ്റ്റാലിൻ്റെ അവരോധ വേദിയിലേക്ക് കൂടി ആയി മാറും എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് വിവരങ്ങൾ നൽകിയത്.